നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന മാറ്റം, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നും ഫസ്റ്റ്, അതുപോലെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ, നിങ്ങളെ ഒരു കോൾ ചെയ്യാനോ മറ്റും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ, ഈ എൻ്റെ എനർജി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഇടവരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ പോസിറ്റീവ് എനർജിയോടുകൂടി കാണുക. മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പം നിങ്ങളെക്കുറിച്ച് കണക്റ്റ് ചെയ്ത് പോകുന്നതും, നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലെ ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറൻസ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് നൽകാനും ഒക്കെ ടാറോ റീഡിങ്സിന് സാധിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഓരോ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജി തന്നെയാണ് ടാറോ റീഡിങ്സ്. 100% അതിൽ കണക്റ്റ് ചെയ്ത്, അതുപോലെ ഒരു റീഡർ പറയുന്ന കാര്യത്തെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഗൈഡൻസിന് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കതുകൊണ്ട് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ എല്ലാം ഒരു വിശ്വാസമാണ്. നമ്മൾ എത്രത്തോളം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും വിശ്വസിക്കാനും ശ്രമിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മളിലേക്ക് മാറ്റം വരാൻ പോകുന്നത് കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് നമുക്ക് ഫെബ്രുവരി മാസക്കാരുടെ എനർജിയും സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷന് ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഫാമിലി എനർജിക്ക് തുല്യമാകുന്ന, അതായത് ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധം ആഴത്തിൽ കണക്റ്റഡായ, ആഴത്തിൽ അറിഞ്ഞ രണ്ട് വ്യക്തികളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബന്ധമാണ്. ചില എനർജിയിലേക്ക് നോക്കുമ്പോൾ ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതലേ തന്നെ, അതായത് നിങ്ങളുടെ ആ ഒരു ചൈൽഡ് കാലഘട്ടം മുതൽക്ക് തൊട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ പരമാകുന്ന ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. നല്ല സൗഹൃദമായിട്ട് വന്ന് നല്ല ടോപ്പ് സൗഹൃദം എന്ന എനർജിയിൽ നിന്നും ഒരു റിലേഷനിലേക്ക് മാറിയ ഒരു ബന്ധത്തിൻ്റെ എനർജി ആവാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം വളരെ ബോണ്ടുള്ള, വളരെ പൂർണ്ണതയുള്ളതും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ബന്ധം തന്നെയായിരുന്നു. പോസിറ്റിവിറ്റി ആയിരുന്നു ഈ ഒരു റിലേഷൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിലേഷനിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരു ജസ്റ്റിസ്, ലീഗൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഭൂരിപക്ഷം ആളുകളുടെയും എനർജി കണക്റ്റ് ചെയ്തു പോകുന്നത്. അതായത് കോടതിപരമായിട്ടുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥതയിലൂടെ ഒരു ഒരു ഗൈഡൻ, ഒരു മധ്യസ്ഥതയിലൂടെ കടന്നു പോകുന്ന, ചിലപ്പോൾ മറ്റുള്ളവർ ഇതിനകത്ത് പുറമേ ഉള്ളവരെ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു ജസ്റ്റിസ് നടപ്പിലാക്കേണ്ട ഒരു എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ട്. അതായത്
ആഴത്തിൽ കാര്യങ്ങളെ കാത്തിരിക്കുന്നു, കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു പേഴ്സണെ സംബന്ധിച്ചൊരു നിരാശയാണ്, അതായത് ഒരു വിരക്തി, അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാൻ ഇമോഷൻസിനെ അങ്ങോട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമ എനർജി ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ കണക്റ്റഡ് ആണ്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യേണ്ടാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ പോലും അറിയാതെ വന്നു ചേർന്നതായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നൊരു സിറ്റുവേഷൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഏസ് ഓഫ് കപ്സ് തന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിനകത്ത് വന്നതാണ്. അതായത് നിങ്ങളുമായിട്ട് ഏറ്റവും മിങ്കിൾ ചെയ്ത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്ന ഒരു വ്യക്തി ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് എന്താണെങ്കിലും. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് ഷെയറിങ് ചെയ്ത് നിന്ന ഒരു പേഴ്സൻ്റെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന, ഒരിക്കലും വിട്ടുപിരിയില്ല, ഒരിക്കലും ഈ ഒരു ബന്ധം രണ്ട് സിറ്റുവേഷൻസിലേക്ക് പോകില്ല എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി ഒരു വ്യക്തി ഇല്ലെങ്കിൽ മറ്റേ വ്യക്തി ഇല്ല എന്ന ആ ഒരു ആഴത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ആഴത്തിൽ കണക്റ്റ് ചെയ്ത ബന്ധത്തിനകത്ത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പവർ ലൂസ് വരുത്തി, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഫാമിലി എനർജിയിലേക്ക് നോക്കുമ്പം വലിയ ശക്തമാകുന്ന ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. ഡബിൾ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ പീരീഡ് എന്ന ഒരു വിധി നിങ്ങൾക്ക് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ സാധാ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ മറ്റൊരു പേഴ്സൻ്റെ പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പവർ കളഞ്ഞത്. അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, നിങ്ങളാ വ്യക്തിയെ സ്നേഹിച്ചിരുന്നോ, അത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കി, അതായത് ഒരു ശത്രുതാഭാവം വരുത്തിയതായിട്ടാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു വിശ്വസ്തത, പൂർണ്ണത, സ്നേഹം, ഇതിനെയെല്ലാം പൂർണ്ണമായിട്ടും തലകീഴായി മറിച്ച് കളഞ്ഞു. അതായത് എന്തായിരുന്നോ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുതാഭാവത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് കാരണം ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും ആ ഒരു ബന്ധവും ഒരിക്കലും രണ്ട് ദിശയിലേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു ഡിവൈൻ്റെ കയ്യൊപ്പുള്ള, ഡിവൈൻ്റെ പ്രസൻസ് ഉള്ള റിലേഷൻ തന്നെയാണ്. നിങ്ങളിനി എത്ര പിരിഞ്ഞു നിന്നാലും, എത്ര ശത്രുതാഭാവത്തോടു കൂടി നിന്നാലും, നിങ്ങൾക്കിടയിൽ എത്രത്തോളം നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ടായാലും, ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പീരീഡ് കഴിയുമ്പം ആ ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും അവസാനിക്കും, എൻഡ് ആകുമെന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഒരു ബന്ധന അവസ്ഥയാണ്. നെഗറ്റീവ് തോട്ട്സുകളുണ്ട്, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ ചിന്തിച്ചാണ് നിങ്ങളിപ്പം ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ചുറ്റും കുറ്റപ്പെടുത്തലുകളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. നിങ്ങളൊരു ബന്ധന അവസ്ഥയിലാണ്, ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്. കൂടുതലും നിങ്ങൾ തന്നെ ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നു നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെ അപമാനിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്താനുമൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കൊരു അവസരം കൊടുക്കുന്നു ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കൊരു ജസ്റ്റിസ്, ഒരു കർമ്മ എനർജി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ എന്താണോ പാസ്റ്റിൽ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇപ്പം പോസിറ്റീവ് ചിന്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കർമ്മ വരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും. നിങ്ങൾ നെഗറ്റീവാണ് കൂടുതൽ കണക്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളൊരു കർമ്മ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങളെ തന്നെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു റിലേഷനാണ്. നിങ്ങൾ എത്രത്തോളം മാറുന്നുവോ, എത്രത്തോളം ബാലൻസിലേക്ക് വരുന്നുവോ, എത്രത്തോളം സ്ട്രെങ്തും പവറും ഉണ്ടാകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ ചേഞ്ചിങ് വരുത്തി
വരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. സ്വയം ബന്ധനാവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കേണ്ട സമയമായി എന്നും ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ എനർജി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു കഴിവ്, നിങ്ങൾക്കുള്ള ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തെടുക്കേണ്ട സമയമായി. ചില സൈനുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചേഞ്ചിങ് വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് ചില സൈനുകൾ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെ ഒന്നും ഇപ്പം തൽക്കാലം കാണാതെ ഒരു ബ്ലൈൻഡ് എനർജിയിൽ സ്വയം കണ്ണുകൾ കെട്ടി കൈകൾ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങൾക്കിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെയും നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെയും കുറിച്ചെല്ലാം നിങ്ങൾക്ക് പ്രപഞ്ചം ഒരു സൈൻ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല. നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മുഖം തിരിച്ച് പുറം തിരിഞ്ഞ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന പല കാര്യങ്ങളെയും കാണാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന സമയമായി, നഷ്ടപ്പെട്ട ചിലതിനെ തിരിച്ച് ലഭിക്കുന്ന സമയമായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ചില ഓപ്പർച്യൂണിറ്റീസുകൾ, ലൈഫിൽ പുതിയ ബ്ലെസ്സിങ്സുകൾ, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ദ വേൾഡ് എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുമ്പം നിങ്ങളെ സംബന്ധിച്ചൊരു എടുത്തുചാട്ടമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ഉണ്ടായിട്ടും അതിനകത്ത് നിങ്ങൾക്കും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഓൾറെഡി നിങ്ങളുടെ ബന്ധം ഏറ്റവും ബ്ലെസ്സിങ്സും പോസിറ്റീവുമായിരുന്നു. പക്ഷെ നിങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ അതിനകത്ത് ഒരു രീതിയിലും ഹാർഡ് വർക്ക് ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചും ആ ഒരു ബന്ധത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത കൊടുത്തില്ല. വലിയ കാര്യമാക്കാത്ത വിധം നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ ആ ഒരു റിലേഷൻ അങ്ങ് സ്തംഭന അവസ്ഥയിലായിപ്പോയി. ശരിക്കും കാർമിക് എനർജിയിലേക്ക്, ഒരു ട്രാപ്പിഡ് എനർജിയിലാണ് ആ ഒരു ബന്ധം തിന്നത്. അതായത് ആ ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ബന്ധത്തിനൊരു പൂർണ്ണത നിങ്ങളും കൊടുത്തില്ല, നിങ്ങളുടെ പേഴ്സണും നൽകിയില്ല. കാരണം എപ്പോഴും അത് കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊരിക്കലും വിട്ടുപോകുന്നതല്ല എന്നുള്ള ഒരു വിശ്വാസമാവാം ആ ബന്ധത്തിനകത്ത് നിങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രാധാന്യം കൊടുത്തില്ലെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യേണ്ടതായിരുന്നു. പല കാര്യങ്ങളെയും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വ്യക്തികളും ഒരു റെസ്പെക്റ്റ് എനർജിയിലേക്ക്, മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയിലും പോകേണ്ടിയിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ബാലൻസ് എനർജിയിലേക്ക് വരാനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഒരു അവസരം ഡിവൈൻ നൽകുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ ഒരു എലോൺ എനർജി ഇപ്പം ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങളെ സംബന്ധിച്ചും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അത് ലീഗൽ പരമായിട്ടൊക്കെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഒരു പ്രതീക്ഷ അർപ്പിക്കാവുന്ന, അതായത് നല്ല രീതിയിലൊരു ഗൈഡൻസ് രണ്ടു വ്യക്തികൾക്കും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആ ഒരു എലോൺ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നാണ് കാണുന്നത്. കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പ്രസൻസ് നിങ്ങളെ തേടി വരും കേട്ടോ. ഒരു റിയൂണിയൻ എനർജി ഉണ്ട്, അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്. അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിച്ചാലും എപ്പോഴും ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നിരാശ, അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് മെച്യൂരിറ്റി, ഓവർ മെച്യൂരിറ്റി ഈ ഒരു ബന്ധത്തിൽ കാണിച്ചതായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബൗണ്ടറി തീർത്തതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ശരിക്കും കണക്റ്റ് ചെയ്തു പോകാനുള്ള ഓരോ അവസരങ്ങളും സമയങ്ങളും എല്ലാം ഇതിനകത്ത് ബൗണ്ടറി തീർത്ത് ഇമോഷണലി ഒരു ഇച്ചിരി ഈഗോ കൂടിയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. ഇമോഷണൽ പരമായ കാര്യത്തിൽ, അതായത് സ്നേഹം പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്നങ്ങ് പറയാനും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ നൽകാനും ഒക്കെയുള്ള ഒരു ഈഗോ എനർജി ഒരു പേഴ്സണിൽ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഒരുപാട് നിരാശപ്പെട്ട ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം ഒരു ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു സപ്പറേഷൻ പീരീഡിൽ നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സണും ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ശരിക്കും ഒരു ഗുഡ് ലക്ക് എനർജി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് വരുമെന്നാണ് കാണുന്നത്. അതായത് ഒരു സ്ട്രോങ് ആയ റീയൂണിയൻ എനർജി വരുന്നുണ്ട്. ആ ഒരു പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്, മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണണം, റെസ്പെക്റ്റ് നൽകേണ്ടടുത്ത് റെസ്പെക്റ്റ് നൽകണം, കെയറിങ് കൊടുക്കേണ്ട സമയങ്ങളിൽ കെയറിങ് കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ഒരു സ്നേഹമായിരുന്നു അവരോട് ഓവറായിട്ട് കാണിച്ച ആ ഒരു കൺട്രോളിങ് എനർജി. നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് ആ ഒരു വ്യക്തിയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഇമോഷൻസ് ആയിരുന്നു, നിങ്ങളുടെ സ്നേഹമായിരുന്നു എന്ന് ഇന്ന് നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കും ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു. അതായത് നീതി നടപ്പിലാക്കണം, നീതി ലഭിക്കണം, മാറ്റങ്ങൾ വരണം എന്നുള്ള ഒരു മെച്യൂരിറ്റി. അതായത് അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ കടമകൾ അത്രത്തോളം പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കേണ്ടതായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വേറെ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. പക്ഷെ നിങ്ങളെ അവർ മാറ്റി നിർത്തിയിട്ടല്ല, നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ സാന്നിധ്യം നൽകാത്ത വിധം അവർ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു എന്നുള്ള ഒരു കുറ്റബോധം അവരെ ഇപ്പം വളരെയധികം അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒന്നാണെന്നും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകണമെന്നും അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പം ഒരു പൂർണ്ണതയാണ്. ശരിക്കും പറഞ്ഞാൽ സ്നേഹമുണ്ടായിട്ടും ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയോ തിരിച്ചറിയുകയോ ചെയ്യാതെ പോയി എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം മറ്റുള്ള കാര്യങ്ങളോട് കുറച്ച് അട്രാക്ഷൻ, മറ്റു ഭൗതികമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആയി പോയ ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാനിഫെസ്റ്റേഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട്, ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ അവരാവാം. നിങ്ങൾ ഒരു വിദേശ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്, ട്രാവലിംഗ് എനർജി. അത് ഇമോഷണലി എല്ലാം ഉപേക്ഷിച്ച് പോയ പോലത്തെ ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നാണെങ്കിൽ അവർ പോയതെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളാണ് ഒരു ദൂരയാത്ര, ഒരു ട്രാവലിംഗ് എനർജിയിലേക്ക് കണക്റ്റഡ് ആയതെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷൻസിനെ ഉപേക്ഷിച്ച് ബ്ലെസ്സിങ്സിലേക്ക് പോയി എന്നുള്ള ഒരു തോന്നലും, അത് തിരിച്ചു വരവിന് വേണ്ടിയിട്ട്, അതായത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജി, ഒരു ട്രാവലിംഗ് എനർജിയോടുകൂടി വീണ്ടും കണക്റ്റഡ് ആവാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഒരു മദർ എനർജി ആവാം, അതല്ലെങ്കിൽ ഏജ്ഡായ ഒരു ലേഡി പ്രസൻസ് ആവാം. അതൊരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് അവരെ തടസ്സപ്പെടുത്തുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാര്യത്തിലെന്നാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹം റിജക്റ്റ് ചെയ്തതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അതിൽ നിരാശപ്പെടുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും ഈ ഒരു ബന്ധത്തിനകത്ത്. ഇനി ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഒരു ഇമോഷൻസ് അവർക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ കുറച്ചൊന്ന് പെയിൻ അനുഭവിക്കേണ്ടി വരും. അതായത് നിങ്ങൾ കൊടുത്തതൊക്കെ റിജക്റ്റ് ചെയ്തതുപോലെ നാളെ നിങ്ങളിൽ നിന്നും ഒരു റിജക്ഷൻ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഭയം അവരെ വല്ലാതെ അലട്ടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷയുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴും അവർക്ക് മിസ്സിങ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് നഷ്ടം സംഭവിക്കുമോ, അതായത് കൊടുക്കുന്നത് റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.